നിറസാന്നിധ്യമാണ് പരിശുദ്ധ അമ്മയെന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തിൽ ശിഷ്യന്മാരെല്ലാവരും കതകടച്ച് ഭയപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അവരെല്ലാവരും അപ്പോസ്തലന്മാരാണ്, ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവർ ഭയന്ന് കതകടച്ചിരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ അവരുടെ കൂടെ നിന്ന് മക്കളെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഒരുമിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപങ്ങളിൽ അവരുടെ മേൽ കടന്നവരാണ്. എന്നിട്ട് അവർ ഭയമൊക്കെ വിട്ടുമാറുന്നവരായി രൂപാന്തരപ്പെടുകയാണ്. തീർച്ചയായിട്ടും അവിടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട്. പരിശുദ്ധ അമ്മ അവരെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടാണ്, പരിശുദ്ധ അമ്മ അവർക്ക് ധൈര്യം പകർന്നത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവർക്ക് ലഭിക്കുന്നത്. വീണ്ടും അവർ അപ്പോസ്തലന്മാരായിട്ട് ലോകത്തിലേക്ക് ചെല്ലുകയാണ്, ഈശോയ്ക്ക് സാക്ഷ്യം നൽകുകയാണ്, രക്തസാക്ഷികളായിട്ട് അവർ മാറുകയാണ്. ഓക്കെ, അതാണ്